നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വളർച്ചയുടെ കാര്യത്തിൽ ഏറെ മുന്നിലാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. അതുപോലെ തന്നെ ഗൾഫ് മേഖലയിലെ ഏറ്റവും ബലവത്തായ സാമ്പത്തിക ശക്തിയാണ് സൗദി അറേബ്യ. ലോകത്തെ പ്രധാന എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യം. എന്നാൽ ഈ അടുത്ത കാലത്തായി സൗദിയുടെ ചിന്തകൾ വഴിമാറുകയാണ്. സാമ്പത്തികമായി മുന്നേറാൻ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിലെത്താൻ സൗദി ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുകയാണ്. എണ്ണയാണ് സൗദിയുടെ പ്രധാന വരുമാന സ്രോതസ് എന്നത്. എന്നാൽ ഇന്നും എണ്ണയെ മാത്രം ആശ്രയിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്നാണ് സൗദിക്ക് അറിയാം. ഇതേ തുടർന്ന് സൗദി സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ്. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ഇടപെടലാണ് സൗദിക്ക് പുതിയ വഴി വെട്ടുന്നത്. ഈ സാഹചര്യത്തിലാണ് 6400 കോടി ഡോളറിന്റെ സൗദിയുടെ നിക്ഷേപം മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത്. എണ്ണയ്ക്കപ്പുറമുള്ള വരുമാനം തേടുകയാണ് സൗദിയുടെ യാത്ര. പ്രധാനമായും സൗദി ശ്രദ്ധിക്കുന്നത് 2 മേഖലകളിലാണ്. ഒന്ന് ടൂറിസം, മറ്റൊന്ന് വിനോദം. ആധുനിക യുഗത്തിൽ ഈ 2 മേഖലകളിലും അനന്തമായ സാധ്യതകളാണുള്ളത്. കോവിഡ് വ്യാധി കാരണം ഈ 2 മേഖലയും തളർന്നു എന്നത് ശരി തന്നെ. എന്നാൽ കോവിഡ് അകലുമ്പോൾ ടൂറിസവും വിനോദവും വീണ്ടും ഉണരുമെന്നാണ് സൗദിയുടെ പ്രതീക്ഷ. അതായത് വിനോദസഞ്ചാരത്തിന് ഏറെ പ്രതീക്ഷയുള്ള രാജ്യമാണ് സൗദി അറേബ്യ. വിവിധ മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സ്ഥലങ്ങളും കാഴ്ചകളും അടങ്ങിയ നാടാണിത്. മാത്രമല്ല, ലോക പൈതൃകങ്ങളുടെ യുനെസ്കോ പട്ടികയിൽ ഇടം പിടിച്ച നിരവധി സ്ഥലങ്ങൾ സൗദിയിലുണ്ട്. ഇവയെല്ലാം വരുമാനമാക്കി മാറ്റുകയാണ് സൗദി. ഇതിനോടൊപ്പം ജോലി സാധ്യതകളും വർദ്ധിക്കുകയാണ്. വിനോദങ്ങൾക്ക് പ്രാധാന്യം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗദി സിനിമയ്ക്കുണ്ടായിരുന്ന നിരോധനം നീക്കിയത്. 2018 അവസാനത്തിലായിരുന്നു നിരോധനം എടുത്തു കളഞ്ഞത്. അതിനു മുൻപ് 35 വർഷത്തോളം സൗദിയിൽ സിനിമാ പ്രദർശനത്തിന് അനുമതി ഉണ്ടായിരുന്നില്ല. എന്നാൽ ആധുനിക യുഗത്തിൽ വൻതോതിൽ വരുമാനമുണ്ടാക്കാൻ സഹായിക്കുന്ന മേഖലയാണിത് എന്ന തിരിച്ചറിവാണ് പുതിയ തീരുമാനത്തിന് കാരണം. വിനോദ വ്യവസായ മേഖലയിൽ 6400 കോടി ഡോളറാണ് സൗദിയുടെ നിക്ഷേപം. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സിനിമാ കേന്ദ്രമായി മാറാനാണ് സൗദിയുടെ നീക്കം. സൗദിയിൽ ചില സിനിമകളുടെ ചിത്രീകരണവും നടന്നിരുന്നു. ചരിത്ര പ്രസിദ്ധമായ അൽ ഉല മേഖലയിൽ സിനിമ, ഫോട്ടോഗ്രാഫി ചിത്രീകരണങ്ങൾക്ക് അനന്ത സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. അതേസമയം അൽ ഉല മേഖല യുനെസ്കോ അംഗീകാരം ലഭിച്ച പൈതൃക കേന്ദ്രമാണ്. കഴിഞ്ഞ വർഷമാണ് ഇത് ടൂറിസം പ്രോത്സാഹനത്തിന്റെ ഭാഗമായി തുറന്നുകൊടുത്തത്. ഇതുകൂടാതെ കൂടുതൽ ചരിത്ര പ്രസിദ്ധമായ കേന്ദ്രങ്ങൾ തുറന്നു കൊടുക്കുമെന്നാണ് സൂചനകൾ. രാജ്യത്ത് കൂടുതൽ സിനിമാശാലകൾ ഒരുക്കാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിഷൻ 2030 പദ്ധതിയുടെ ഭാഗമാണിതെല്ലാം. ഇതിനായി സൗദി കിരീടാവകാശി കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.